ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹൈക്രെയിൻ മലയാളം. 5 മിനിറ്റിൽ ഞാൻ എങ്ങനെ ബൈക്ക് ഓടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ തികച്ചും ബിഗിനേഴ്സ്, അതായത് പുതിയതായിട്ട് ബൈക്ക് ഓടിക്കാൻ പോണവർക്കും കുറച്ച് ബിഗിനേഴ്സ് കേട്ടോ. അതായത് അത്യാവശ്യം അറിയുന്നവർക്ക് ആണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് പോവാം. ഇനി തീരെ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തരുന്നത് എന്തായാലും ബൈക്ക് ഓടിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇല്ല പറഞ്ഞാൽ ബൈക്കിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്നെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് റോഡിലോട്ട് ഇറക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ പുതിയൊരു ബൈക്കാണ് പറഞ്ഞാൽ ക്ലച്ചൊക്കെ പക്കയായിരിക്കും, ക്ലച്ചിൻ്റെ ലെവല് കാര്യങ്ങളെല്ലാം പക്കയായിരിക്കും. ഒരു അത്യാവശ്യം കണ്ടീഷനായിട്ടുള്ള ബൈക്ക് ഇത് അല്ല. അതായത് നിങ്ങളെ വീട്ടിലത്തെ അച്ഛൻ്റെയോ മാമൻ്റെയോ ഇല്ല ഏട്ടൻ്റെയോ ആരെങ്കിലും ഒരു പഴയൊരു ബൈക്കാണ്. അതായത് ബിഗിനേഴ്സ് എല്ലാവരും അങ്ങനെയാണല്ലോ, പഴയൊരു ബൈക്കിലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബൈക്കാണ് നിങ്ങൾ ചൂസ് ചെയ്യണമെന്നുണ്ട് പറഞ്ഞാൽ ഈ ഒരു ക്ലച്ചിൻ്റെ ലെവല് കറക്റ്റാണോ എന്ന് ജസ്റ്റ് ഒന്ന് ചേട്ടനോടൊന്ന് ചെക്ക് ചെയ്യിപ്പിക്കുക, ഇല്ല ആരോടെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കുക. അതേപോലെ ബ്രേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യിപ്പിക്കുക. ബാക്കത്തെ ബ്രേക്കും, ഇത് ബാക്കത്തെ ബ്രേക്ക് കേട്ടോ, ഇതാണ് ബാക്കത്തെ ബ്രേക്ക്. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് ബാക്കത്തെ ബ്രേക്ക്. ഓക്കെ, പിന്നെ അതേപോലെ ക്ലച്ച് വരുന്നത് ഇതാണ്, ലെഫ്റ്റ് സൈഡിലാണ് ക്ലച്ച് വരുന്നത്. ഇതാണ് ക്ലച്ചായിട്ട് വരുന്നത്, ഇത് ബ്രേക്ക്. പെട്ടെന്ന് നമ്മളൊരു പാനിക് ബ്രേക്കിങ്ങിൽ സൈഡ് നിർത്താം. പാനിക് ബ്രേക്കിങ്ങിൽ വണ്ടി വീഴാൻ പോകണ എന്തിനായാലും കയറി ഇതിലോട്ട് നല്ല ഫോഴ്സിൽ പിടിക്കാൻ പാടില്ല. വണ്ടി എന്തെങ്കിലും സ്കിഡായിട്ട് നമ്മൾ വീഴേണ്ട ഒരു ലെവലിലോട്ട് എത്തും. അപ്പോൾ സ്ലോ സ്പീഡിൽ എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ഇതാണ് കിൽ സ്വിച്ച്. ഫസ്റ്റ് ഓണാക്കി കഴിഞ്ഞാൽ ഇഗ്നീഷൻ ഓണാവും. അതായത് BS6 എല്ലാ വണ്ടികൾക്കും, BS4 BS6 വണ്ടികൾക്ക് എല്ലാവർക്കും ഫ്യൂൽ ഇഞ്ചക്ഷൻ പറഞ്ഞൊരു സംഭവമുണ്ട്. അതായിരിക്കും ഇത് ഓണാക്കിയാലായിരിക്കും ആ ഫ്യൂൽ ഇഞ്ചക്ഷൻ ഓണാവുക. അതേപോലെ വണ്ടിക്ക് ഫ്യൂൽ സപ്ലൈ അതിൽ നിന്നായിരിക്കും കിട്ടുന്നത്. ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഗിയർ റേഷ്യോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഫസ്റ്റത്തെ താഴോട്ട്, പിന്നെ ബാക്കിയെല്ലാം മേലോട്ട്. സ്പ്ലെൻഡർ പോലെയുള്ള ബൈക്കിൽ എല്ലാം മുന്നോട്ട്, പിന്നെ അതേപോലെ എല്ലാം ബാക്കിലോട്ടായിരിക്കും. പിന്നെ ഫസ്റ്റ് ഗിയറിൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഫ്രണ്ടിലോട്ട് ഫസ്റ്റത്തെ ഗിയറെല്ലാം വരുന്നത്. അതായത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഫസ്റ്റ് ഗിയർ. പിന്നെ അതേപോലെ ഫ്രണ്ടിലോട്ട് മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ, ഫിഫ്ത്ത് ഗിയർ. ഈ ഒരു വണ്ടിക്ക് ഫിഫ്ത്ത് ഗിയർ വരെ ഉള്ളൂ. ഫിഫ്ത്ത് ഗിയർ വരെ വീഴും. എഗെയിൻ നമ്മൾ ഫ്യൂവൽ സപ്ലൈ കൊടുത്തു, ഇഗ്നിഷൻ ഓൺ ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഫുൾ ക്ലച്ച്, അതായത് ഫുൾ ക്ലച്ച് അങ്ങോട്ടേക്ക് നമ്മൾ പിടിച്ചു. ഓക്കെ, ഫുൾ ക്ലച്ച് പിടിച്ചിട്ട് ഫസ്റ്റത്തെ ഗിയർ ഫ്രണ്ടിലോട്ട് വണ്ടി അതായത് ഇത് വിട്ടാൽ പയ്യെ നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ. കണ്ടോ, പയ്യെ വിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ നമുക്ക് പോവാം. ഇങ്ങനെ ബാക്കിൽ ഒരാൾ പിടിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പയ്യെ പോവാം. ഓക്കെ, ഇത് ഹാഫ് ക്ലച്ചിലാണ് ഇപ്പോൾ വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പയ്യെ നിങ്ങൾ തീരെ ഒരു വണ്ടിൻ്റെ ബാലൻസ് ഇല്ലയെന്നുണ്ട് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറച്ച് ഫ്രണ്ടത്തെ ബ്രേക്കും യൂസ് ചെയ്യുക, പയ്യെ കുറച്ച് യൂസ് ചെയ്യുക. അതേപോലെ കണ്ടോ, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് നിങ്ങൾക്ക് തീരെ ബാലൻസ് ഇല്ലാത്ത ആ ഒരാളാണെന്ന് പറഞ്ഞാൽ കയറിയിരുന്ന് നിവർത്തിയിട്ട് ഫസ്റ്റ് ഒന്ന് ഉരുട്ടിയൊക്കെ ഒന്ന് നോക്കുക. പിന്നെ അതേപോലെ പയ്യെ കുറച്ചിങ്ങനെ മൂവ് ചെയ്യുക. അപ്പോൾ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ആവും. അതേപോലെ ഫ്രണ്ട് ബ്രേക്കിലും കൈ വയ്ക്കുക. ഫ്രണ്ട് ബ്രേക്കിലും കൈ വെച്ചിട്ട് കുറച്ച്, ഇപ്പോൾ ഒരു 2 സ്റ്റെപ്പായില്ലേ, അതേപോലെ അടുത്തൊരു 2 സ്റ്റെപ്പ് ഇങ്ങനെ ട്രൈ ചെയ്യുക. പിന്നെ അതേപോലെ ഒരു 2-3 സ്റ്റെപ്പ് ഇങ്ങനെ ഒരു 4-5 വട്ടം ട്രൈ ചെയ്യുമ്പോൾ ഫ്രണ്ടത്തെ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ബാലൻസ് കിട്ടും. പിന്നെ അതേപോലെ ഞാൻ 2 കാലും താഴോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും ബിഗിനർ ലെവലിൽ. പിന്നെ റൗ മാച്ച് ചെയ്തിട്ട് എങ്ങനെ ഓടിക്കാമെന്നും അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ ഫസ്റ്റ് ഈ ഒരു ലെവലിലായില്ലേ, ഇങ്ങനെ അതായത് കുറച്ച് ആക്സിലേറ്റർ വിടുക. അതേപോലെ ഫ്രണ്ടത്തെ ബ്രേക്കും സെയിം ഈ ഒരു ലെവലിൽ അപ്ലൈ ചെയ്യുക. ഇത് ഓവറായിട്ട് പ്രഷർ ചെയ്യണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓവറായിട്ട് പ്രഷർ ചെയ്യുമ്പോൾ കണ്ടോ, അതേ ഫുൾ ഫോഴ്സ് നമുക്ക് ഫ്രണ്ടിലോട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബിഗിനർ ആയതുകൊണ്ട് തന്നെ വണ്ടിയിൽ നിന്ന്
ബാലൻസ് തെറ്റി താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ബിഗിനർ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് ആവും. അത് നിങ്ങൾ എന്തായാലും വണ്ടി പഠിക്കുമ്പോൾ ചിലപ്പോൾ 1-2 വട്ടമൊക്കെ വീഴും. ഞാൻ വണ്ടി പഠിച്ചിട്ടേ 4-5 വട്ടം വീണിരിക്കും. പിന്നെ നിങ്ങൾ വണ്ടി പഠിക്കുമ്പോൾ വീഴാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അതൊന്നും മൈൻഡിലേ വെക്കേണ്ട. വണ്ടി വീഴും, എണീക്കും, പിന്നെയും ഓടിക്കും, സൈക്കിൾ പഠിക്കണ പോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഫസ്റ്റ് വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ കുറച്ച് അതായത് ആക്സിലേറ്റർ നിങ്ങൾ കൊടുക്കാനേ പാടില്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആക്സിലേറ്റർ തീരെ കൊടുക്കാനേ പാടില്ല. ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വിട്ട് നിങ്ങൾക്കൊരു മൈൻഡിൽ രജിസ്റ്റർ ചെയ്യും. പിന്നെ അടുത്തത് നിങ്ങൾ ഫസ്റ്റ്, ഇപ്പോൾ വണ്ടി കറക്റ്റ് ഫസ്റ്റ് ഗിയറിലാണല്ലോ കിടക്കണേ, അവിടുന്ന് ഫസ്റ്റ് പയ്യെ ഓരോരോ ബാലൻസ് ചെയ്തിട്ട് പയ്യെ ഹാഫ് ക്ലച്ചിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പോയി. നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കുക വേണ്ട ഗൈസ്, കണ്ടോ, ആക്സിലേറ്റർ കൊടുക്കുക വേണ്ട. വണ്ടി ഇനിയിപ്പോൾ അതിൻ്റെ ഒരു മൂവ്മെൻറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ അവിടെ നിന്ന് ഇതുവരെ ആക്സിലേറ്റർ കൊടുത്തിട്ടേ ഇല്ല. ഓക്കെ, ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ആയിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ്, ഞാനൊന്ന് തിരിക്കട്ടെ കേട്ടോ, ഒരു മൂവ്മെൻ്റ് ആയിക്കഴിഞ്ഞിട്ട് എന്നിട്ട് ഫുള്ള് ക്ലച്ച് വിടുക. ഓക്കെ, ഫുള്ള് ക്ലച്ച് വിട്ട് കഴിഞ്ഞാൽ വണ്ടി ഒരു ലെവലിൽ മൂവ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുമല്ലോ, പയ്യെ ആക്സിലേറ്റർ കൊടുക്കുക. നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഹാഫിൽ വിട്ടിട്ട് ഒരു ലെവലിൽ ഇങ്ങനെ മൂവ്മെൻ്റ് ആവുമല്ലോ, അങ്ങനെ മൂവ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ പയ്യെ ആക്സിലേറ്റർ കൊടുക്കുക. പയ്യെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അതിൻ്റെ ഒരു ഇതിൽ കൊടുക്കും. ഇങ്ങനെ കൊടുക്കാൻ പാടില്ല, വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യേണ്ടി വരും. നിങ്ങളപ്പോൾ പയ്യെ ആക്സിലേറ്റർ കൊടുക്കുക. പയ്യെ കൊടുത്തു കഴിഞ്ഞാൽ അത് സാവധാനത്തിൽ വണ്ടി അതിൻ്റെ ഒരു സമാധാനത്തിൽ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വലിയ ഡാമേജസ് കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ അടുത്തൊരു പരിപാടി, ഒരു പർട്ടിക്കുലർ സ്പീഡ് എത്തുമല്ലോ, സ്പീഡ് എത്തുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിനൊന്ന് സെക്കൻഡ് ഗിയറിലോട്ട് തട്ടുക. അതേപോലെ ക്ലച്ച് പയ്യെ വിടുക. ക്ലച്ച് വിട്ട് കഴിഞ്ഞാൽ വണ്ടി പിന്നെ അതായ ഒരു രീതിക്ക് തനിയെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വണ്ടി ചെറിയതായിട്ട് വലിക്കണ ഒരു ശബ്ദം കേൾക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സെക്കൻഡ് ഗിയറിലോട്ട് തട്ടുക, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എന്നാ ചെയ്യണം അറിയോ? പിന്നെ എല്ലാവർക്കും ബിഗിനറായിട്ടുള്ളവർക്ക് ഒരു ഇഷ്യൂ ആണ്, വണ്ടി എങ്ങനെ നിർത്തും അറിയത്തില്ല. അപ്പോഴേക്കും ലാസ്റ്റ് സമയത്ത് മനസ്സ് തപ്പുന്നാവും. അപ്പോൾ വണ്ടി നിർത്തണ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഞാനിത് ഈ ഒരു വീഡിയോ ഇൻട്രസ്റ്റിങ്ങിലാണ് കേട്ടോ ചെയ്യണത്, ചുമ്മാ ചെയ്യുന്നത്. വണ്ടി നിർത്തണ ഒരു കാര്യം, ബാക്കിൽ വണ്ടികളൊന്നും ഇല്ലല്ലോ, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ നിർത്താൻ. അതായത് ബാക്കിൽ വണ്ടി ഉണ്ടോ, അതേപോലെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒപ്റ്റിക്കൽസ് ഉണ്ടോ, മണലിലൊക്കെ പോയിട്ട് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ തലി വീഴും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കുക. ബിഗിനർ ആയതുകൊണ്ട് എന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു 20 സ്പീഡ് ഈ ഒരു സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, 30 ഈ ഒരു സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ബാക്കത്തെ ബ്രേക്ക് അപ്ലൈ ചെയ്തു, ക്ലച്ചും ഫുള്ളായി പിടിച്ചു. ബാക്കത്തെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ക്ലച്ച് അപ്ലൈ ചെയ്ത് നേരെ ഒരു ലെവലെത്തുമ്പോൾ അതായത് ഇതാണ്ടോ ബാക്കത്തെ ബ്രേക്ക് അപ്ലൈ ചെയ്തു, ക്ലച്ചും പിടിച്ചു. ഒരു വണ്ടി ഭയങ്കര സ്ലോ ആയപ്പോൾ ഫ്രണ്ടും പിടിച്ചു. അങ്ങനെ ഒരൊറ്റ നിർത്തി. ഇപ്പം ഇത്രയും സ്പീഡിലാണല്ലോ, ജസ്റ്റ് ഒന്ന് കാണിക്കാവേ. ഇപ്പോൾ ഒരു ഇതിലാണല്ലോ ഇപ്പോൾ ഒരു സ്പീഡിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താ ബാക്കത്തെ ബ്രേക്ക് അപ്ലൈ ചെയ്തു, നേരെ ക്ലച്ചും അപ്ലൈ ചെയ്തു, പിന്നെ അതേപോലെ ബ്രേക്ക് അതേ വണ്ടി നിൽക്കാറാണതിന് ഒരു സെക്കൻഡ് മുന്നേ ഞാൻ ഫ്രണ്ടത്തെ ബ്രേക്കും അപ്ലൈ ചെയ്തു.